ലോകം ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഭീകരയായ, ക്രൂരയായ ഒരു മന്ത്രവാദിയുടെ കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. ഡിസ്നിയുടെ കഥകളിൽ ആ വില്ലത്തിയുടെ ചിരി കേട്ടാൽ പോലും കൊച്ചുകുട്ടികൾ വരെ പേടിക്കും. എന്നാൽ ആ വില്ലത്തി ഇങ്ങനെ അങ്ങനെയൊരാളായി മാറി. ആ കണ്ണീരിനും പകയ്ക്കും പിന്നിൽ ഒരു പ്രണയത്തിന്റെ ചതി ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു എന്ന് നിങ്ങൾക്കറിയാമോ? ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഡിസ്നിയുടെ എക്കാലത്തെയും മികച്ച ചിത്രങ്ങളിലൊന്നായ മലഫിസെന്റ് എന്ന സിനിമയുടെ കഥയെക്കുറിച്ചാണ്. ചിത്രത്തിന്റെ തുടക്കം മനുഷ്യരാരും കാണാത്ത, മനുഷ്യരുടെ കാലടിപ്പാടുകൾ പോലും പതിയാത്ത അതീവ മനോഹരമായ ഒരു മാന്ത്രിക ലോകത്തു നിന്നാണ്. മൂർസ് എന്ന് വിളിക്കുന്ന ആ മാന്ത്രിക കാട് ജീവനുള്ളതാണ്. അവിടെ വലിയ മരങ്ങളും തിളങ്ങുന്ന ചെടികളും മുതൽ വിചിത്ര രൂപത്തിലുള്ള മാന്ത്രിക ജീവികളും ജലദേവതകളും ചിറകുള്ള ഫെയറികളും യാതൊരുവിധ പേടിയുമില്ലാതെ സന്തോഷത്തോടെ വരുന്നു. ഈ മൂർസ് രാജ്യത്തിന്റെ അക്കാദമികമായ കാവലാളും അവിടുത്തെ ഏറ്റവും ശക്തയും ദയാലുവുമായ ഫെയറിയുമാണ് നമ്മുടെ നായിക മലഫിസെന്റ്. ഇരുണ്ട നീല നിറത്തിലുള്ള ശരീരവും കണ്ണഞ്ചിപ്പിക്കുന്ന വലിയ കറുത്ത ചിറകുകളും തലയിൽ 2 കൊമ്പുകളുമുള്ള അവൾ പ്രകൃതിയെ സ്വന്തം ജീവനേക്കാൾ സ്നേഹിച്ചു. മൂർസ് രാജ്യത്തെ നശിപ്പിക്കാൻ മനുഷ്യരുടെ രാജാവായ ഹെൻറി പലതവണ വലിയ സൈന്യവുമായി പടയോട്ടം നടത്തിയെങ്കിലും മലഫിസെന്റിന്റെ നേതൃത്വത്തിലുള്ള ഫെയറികൾ അവരെ എപ്പോഴും അതിശക്തമായി പരാജയപ്പെടുത്തി ഓടിക്കുമായിരുന്നു. മനുഷ്യർക്ക് ആ മാന്ത്രിക ലോകത്തോട് എപ്പോഴും മടിച്ചമർത്താനാവാത്ത പേടിയും ഒപ്പം കടുത്ത അസൂയയുമായിരുന്നു. ഒരു ദിവസം മൂർസിന്റെ അതിർത്തിയായ വലിയ മാന്ത്രിക കല്ലുകൾ കടന്ന് മനുഷ്യരുടെ ലോകത്തു നിന്നും ഒരു ചെറിയ കുട്ടി ആ കാട്ടിലേക്ക് മോഷ്ടിക്കാൻ കയറി വരുന്നു. അവനെ നമുക്ക് സ്റ്റെഫാൻ എന്ന് വിളിക്കാം. കാട്ടിലെ കാവൽക്കാർ അവനെ പിടികൂടി ചോദ്യം ചെയ്യുമ്പോൾ മലഫിസെന്റ് ശാന്തയായി അവിടേക്ക് കടന്നു വരുന്നു. മനുഷ്യരെ അവൾക്ക് വലിയ ഇഷ്ടമില്ലെങ്കിലും ആ ചെറിയ കുട്ടിയുടെ നിഷ്കളങ്കതയും ഭയവും കണ്ടപ്പോൾ മലഫിസെന്റിന്റെ ഉള്ളിൽ ആദ്യമായി ഒരു ചെറിയ ദയ നാമ്പിടുന്നു. അവൾ കാവൽക്കാരെ തടയുകയും നഷ്ടപ്പെട്ടു പോയ അവന്റെ മാണിക്യക്കല്ല് തിരികെ നൽകി അവനുമായി സൗഹൃദം സ്ഥാപിക്കുകയും ചെയ്യുന്നു. ആ ഒറ്റ കൂടിക്കാഴ്ച അവരുടെ ഇനിയുള്ള ജീവിതത്തിന്റെ ഗതിയെ തന്നെ മാറ്റിമറിക്കുമെന്ന് അപ്പോൾ ആരും കരുതിയിരുന്നില്ല. ആ കൂടിക്കാഴ്ച പിന്നീട് വർഷങ്ങളുടെ ദൃഢമായ സൗഹൃദമായി മാറി. അവർ വളർന്നു വലുതായി യുവാക്കളായപ്പോൾ ആ സൗഹൃദം പതുക്കെ അതിമനോഹരമായ ഒരു പ്രണയമായി വഴിമാറി. മലഫിസെന്റിന്റെ ഹൃദയത്തിൽ സ്റ്റെഫാനോട് അടങ്ങാത്ത സ്നേഹമായിരുന്നു. അവന്റെ 16ാം ജന്മദിനത്തിൽ സ്റ്റെഫാൻ മലഫിസെന്റിന് നൽകിയ സമ്മാനം അവരുടെ ബന്ധത്തിന്റെ ആഴം കൂട്ടുന്നതായിരുന്നു. യഥാർത്ഥ സ്നേഹത്തിന്റെ ചുംബനം. ആ ചുംബനം മലഫിസെന്റിന്റെ മനസ്സിൽ മരണമില്ലാത്ത പ്രണയത്തിന്റെ വലിയൊരു പ്രതീക്ഷ നൽകി. താൻ ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ആ മനുഷ്യൻ ഒരിക്കലും തന്നെ ചതിക്കില്ലെന്ന് അവൾ അന്ധമായി വിശ്വസിച്ചു. വർഷങ്ങൾ കടന്നുപോയി. മലഫിസെന്റും സ്റ്റെഫാനും തമ്മിലുള്ള പ്രണയം വളർന്നു പന്തലിച്ചു. എന്നാൽ മലഫിസെന്റ് മൂർസ് രാജ്യത്തിന്റെ കാവലിൽ മുഴുകിയപ്പോൾ മനുഷ്യരുടെ ലോകത്ത് കാര്യങ്ങൾ മാറി മറിയുകയായിരുന്നു. മനുഷ്യരുടെ അന്നത്തെ രാജാവ് എങ്ങനെയെങ്കിലും ആ മാന്ത്രിക കാടായ മൂർസ് കീഴടക്കണമെന്നും അവിടുത്തെ സ്വത്തുക്കൾ കൈക്കലാക്കണമെന്നും ആഗ്രഹിച്ചു. അയാൾ വലിയൊരു സൈന്യവുമായി മൂർസ് രാജ്യത്തേക്ക് പടയോട്ടം നടത്തി. എന്നാൽ പതിവ് പോലെ മലഫിസെന്റ് തന്റെ ശക്തമായ മാന്ത്രിക കരുത്തുകൊണ്ട് മനുഷ്യരുടെ സൈന്യത്തെ അപ്പോടെ തുരത്തി ഓടിച്ചു. ഈ യുദ്ധത്തിൽ രാജാവിന് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. യുദ്ധത്തിൽ തോറ്റു പിന്മാറിയ രാജാവ് തന്റെ കൊട്ടാരത്തിൽ കിടന്ന് മരണത്തോട് മല്ലടിക്കുമ്പോൾ ഒരു ക്രൂരമായ പ്രഖ്യാപനം നടത്തി. ആരാണ് മലഫിസെന്റിനെ കൊന്ന് ആ തല കൊട്ടാരത്തിൽ എത്തിക്കുന്നത്, അയാൾക്ക് എൻ്റെ മകളായ രാജകുമാരിയെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കുകയും ഈ രാജ്യത്തിന്റെ അടുത്ത രാജാവാക്കുകയും ചെയ്യും. ഈ വലിയൊരു വാഗ്ദാനം കൊട്ടാരത്തിൽ ജോലി ചെയ്തിരുന്ന സ്റ്റെഫാന്റെ കാതുകളിലും എത്തി. ഒരിക്കൽ മലഫിസെന്റിനെ ജീവനേക്കാൾ സ്നേഹിച്ച ആ യുവാവിന്റെ കണ്ണുകളിൽ അധികാരത്തിന്റെയും കിരീടത്തിന്റെയും മാർത്തി കയറിപ്പറ്റി. അവൻ മലഫിസെന്റിനെ ചതിക്കാൻ തന്നെ തീരുമാനിച്ചു. സ്റ്റെഫാൻ നേരെ മൂർസ് രാജ്യത്തേക്ക് മലഫിസെന്റിന്റെ അരികിലേക്ക് യാത്രയായി. വർഷങ്ങൾക്ക് ശേഷം തന്നെ കാണാൻ വന്ന പ്രണയ ഭർത്താവിനെ കണ്ട മലഫിസെന്റ് വലിയ സന്തോഷത്തോടെയാണ് അവനെ സ്വീകരിച്ചത്. അവന്മേലുള്ള അവളുടെ വിശ്വാസം അത്രത്തോളം ആഴത്തിലുള്ളതായിരുന്നു. അവർ രാത്രി മുഴുവൻ സംസാരിച്ചിരുന്നു. തളർന്നുറങ്ങുന്ന മലഫിസെന്റിന് കുടിക്കാൻ സ്റ്റെഫാൻ ഒരു മയക്കുമരുന്ന് നൽകി. അവൾ ഗാഢമായ ഉറക്കത്തിലേക്ക് വീണ ഉടൻ തന്നെ അവളുടെ ആ വലിയ കറുത്ത ചിറകുകൾ അറുത്തെടുക്കാൻ അവൻ തൻ്റെ കയ്യിൽ കരുതിയിരുന്ന ഇരുമ്പ് ആയുധങ്ങൾ പുറത്തെടുത്തു.
മലഫിസെന്റിന്റെ ജീവന്റെ തുടിപ്പായ ആകാശത്ത് സ്വതന്ത്രമായി പറക്കാനുള്ള അവളുടെ ആത്മവിശ്വാസമായ ആ മനോഹരമായ ചിറകുകൾ സ്റ്റെഫാൻ ക്രൂരമായി അറുത്തെടുത്തു മാറ്റി. വേദന കൊണ്ട് മലഫിസെന്റ് ഞെട്ടിയുണരാൻ നോക്കിയെങ്കിലും മയക്കുമരുന്നിന്റെ ശക്തിയാൽ അവൾക്ക് അനങ്ങാൻ പോലും കഴിഞ്ഞില്ല. പിറ്റേന്ന് രാവിലെ മലഫിസെന്റ് ഞെട്ടിയുണർന്നു നോക്കുമ്പോൾ തനിക്ക് ചുറ്റും വലിയൊരു ശൂന്യതയായിരുന്നു. തൻ്റെ ശരീരത്തിൽ നിന്ന് ആരും കൊതിക്കുന്ന ആ വലിയ ചിറകുകൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. താൻ പ്രാണനേക്കാൾ സ്നേഹിച്ചവൻ തന്നെ ഏറ്റവും ക്രൂരമായി ചതിച്ചുവെന്ന സത്യം തിരിച്ചറിഞ്ഞ ആ നിമിഷം മലഫിസെന്റിന്റെ ഉള്ളിലെ സ്നേഹമെന്ന വെളിച്ചം പൂർണ്ണമായും അണഞ്ഞുപോയി. പകരം അവിടെ കറുത്ത പകയും ഭീകരമായ ഒരു വാശിയും മാത്രം ബാക്കിയായി. തൻ്റെ പ്രാണനായ ചിറകുകൾ നഷ്ടപ്പെട്ട മലഫിസെന്റ് കടുത്ത മാനസിക വേദനയോടെയാണ് മോർസ് രാജ്യത്തേക്ക് തിരിച്ചെത്തിയത്. തൻ്റെ ശരീരത്തിലെ ആ വലിയ ശൂന്യത അവളെ ഒരു വല്ലാത്ത അവസ്ഥയിലാക്കി. ഇനി അവൾക്ക് ആകാശത്ത് പറക്കാനാവില്ല. അവളുടെ പഴയ ആത്മവിശ്വാസമെല്ലാം നഷ്ടപ്പെട്ടിരുന്നു. ആ സങ്കടം പെട്ടെന്ന് തന്നെ കടുത്ത രോഷമായും പകയായും മാറി. അവൾ സ്നേഹിച്ചിരുന്ന ആ മനോഹരമായ മോർസ് കാട് ഇപ്പോൾ അവളുടെ ഇരുണ്ട വികാരങ്ങൾക്കനുസരിച്ച് രൂപം മാറി. തിളങ്ങി നിന്ന ചെടികൾ കറുത്തു കട്ടിയായി. മനോഹരമായ പൂക്കൾ വാടിക്കരിഞ്ഞു. ആകെ ഒരു ഭയപ്പെടുത്തുന്ന അന്തരീക്ഷം അവിടെ രൂപപ്പെട്ടു. മലഫിസെന്റ് മോർസിന്റെ രാജ്ഞിയല്ല, പകരം ആരും അടുക്കാൻ പേടിക്കുന്ന ഒരു ഇരുണ്ട ശക്തിയായി മാറി. അവൾ തൻ്റെ കാടിന് ചുറ്റും ആർക്കും കടക്കാൻ കഴിയാത്ത വലിയൊരു മുള്ളുവേലി തീർത്തു. ഒരു ദിവസം കാട്ടിലൂടെ നടക്കുമ്പോൾ മനുഷ്യർ ഒരു കാക്കയെ വലയിട്ട് പിടികൂടി ഉപദ്രവിക്കുന്നത് കണ്ട മലഫിസെന്റ് തൻ്റെ മാന്ത്രിക ശക്തി ഉപയോഗിച്ച് അവൾ ആ കാക്കയെ മനുഷ്യരിൽ നിന്നും രക്ഷിക്കുന്നു. ആ കാക്ക സാധാരണ കാക്കയല്ല, തനിക്ക് എന്ത് രൂപവും പ്രാപിക്കാൻ കഴിയുന്ന ഡയാവിൽ നിന്നൊരു മാന്ത്രിക ജീവിയായിരുന്നു. തനിക്ക് ജീവൻ തന്ന മലഫിസെന്റിനോട് ജീവനുള്ളിടത്തോളം കാലം അടിമയായി കൂടെയുണ്ടാകുമെന്ന് ഡയാവിൽ പ്രതിജ്ഞ ചെയ്യുന്നു. അങ്ങനെ ഡയാവിൽ മലഫിസെന്റിന്റെ ഏറ്റവും അടുത്ത തോഴനും മനുഷ്യലോകത്തെ വിവരങ്ങൾ ഒപ്പിയെടുത്തു കൊടുക്കുന്ന ചാരനുമായി മാറുന്നു. മറുവശത്ത് മലഫിസെന്റിന്റെ ചിറകുകൾ കൊട്ടാരത്തിൽ കൊണ്ടുവച്ച സ്റ്റെഫാൻ പഴയ രാജാവിന്റെ മരണശേഷം ആ രാജ്യത്തിന്റെ പുതിയ രാജാവായി മാറിയിരുന്നു. അധികാരം കിട്ടിയെങ്കിലും സ്റ്റെഫാന്റെ മനസ്സിൽ എപ്പോഴും ഒരു പേടിയുണ്ടായിരുന്നു. എപ്പോഴെങ്കിലും മലഫിസെന്റ് തനിക്കെതിരെ പ്രതികാരവുമായി വരുമോ എന്ന ഭയം. വർഷങ്ങൾ കഴിഞ്ഞു. സ്റ്റെഫാൻ രാജാവിനും ഭാര്യയായ രാജ്ഞിക്കും ഒരു പെൺകുഞ്ഞു പിറന്നു. അവളെ നമുക്ക് അറോറ എന്ന് വിളിക്കാം. രാജ്യത്ത് ആ കുഞ്ഞിന്റെ മാമോദീസ ചടങ്ങ് വളരെ ആർഭാടമായി നടക്കുകയാണ്. മനുഷ്യലോകത്തെ എല്ലാ പ്രമുഖരും ആ കുട്ടിയെ കാണാൻ കൊട്ടാരത്തിലേക്ക് ഒഴുകിയെത്തി. ആ രാജ്യത്തിന്റെ അടുത്ത അവകാശിയായ ആ കുഞ്ഞിന്റെ ജനനം ആഘോഷമാക്കുമ്പോഴാണ് ആരും പ്രതീക്ഷിക്കാത്ത ആ വലിയ ദുരന്തം അവിടെ സംഭവിക്കുന്നത്. രാജാവിനോടുള്ള സർവനാശത്തിന്റെ പകയുമായി ക്ഷണിക്കപ്പെടാത്ത അതിഥിയായി മലഫിസെന്റ് ആ കൊട്ടാരത്തിലേക്ക് കടന്നു വന്നു. അവളെ കണ്ട അവിടെയുണ്ടായിരുന്ന എല്ലാവരുടെയും ശ്വാസം നിന്നുപോയി. ഭയന്നു വിറച്ച സ്റ്റെഫാൻ രാജാവ് തൻ്റെ കാവൽക്കാരോട് അവളെ ആക്രമിക്കാൻ ഉത്തരവിട്ടെങ്കിലും അവളുടെ മാന്ത്രിക ശക്തിയുടെ മുന്നിൽ ആർക്കും പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. മലഫിസെന്റ് നേരെ ചെന്നത് തൊട്ടിലിൽ കിടക്കുന്ന കൊച്ചു പെൺകുട്ടിയായ അറോറയുടെ അടുത്തേക്കാണ്. സ്റ്റെഫാൻ തനിക്ക് നൽകിയ ചതിയുടെയും വേദനയുടെയും കണക്ക് തീർക്കാൻ അവൾ തിരഞ്ഞെടുത്തത് ആ കുഞ്ഞിനെയായിരുന്നു. എല്ലാവരും കേൾക്കെ മലഫിസെന്റ് ആ ഭയപ്പെടുത്തുന്ന ശാപം മുഴക്കി. നിന്റെ മകൾക്ക് 16-ാം വയസ്സ് തികയുന്നതിൻ്റെ അന്ന് സൂര്യൻ അസ്തമിക്കുന്നതിനു മുമ്പ് അവൾ ഒരു റാട്ടിന്റെ സൂചി കൊണ്ടുണ്ടായ മുറിവിലൂടെ എന്നേക്കുമായി ഗാഢനിദ്രയിലാകും. ഈ ഉറക്കത്തിൽ നിന്ന് ലോകത്തിലെ ഒരു ശക്തിക്കും അവളെ ഉണർത്താൻ കഴിയില്ല. ഒരു യഥാർത്ഥ ചുംബനത്തിനു പോലും അവളെ ആ ഒരു ശാപത്തിൽ നിന്ന് ഒരിക്കലും രക്ഷിക്കാൻ കഴിയില്ല. ശാപം കേട്ട് തകർന്നു പോയ സ്റ്റെഫാൻ രാജാവ് തൻ്റെ കുഞ്ഞിനെ രക്ഷിക്കാൻ ഭ്രാന്തമായ വഴികൾ തേടി. ആ രാജ്യത്തുള്ള എല്ലാ റാട്ടുകളും ശേഖരിച്ച് കൊട്ടാരത്തിന്റെ രഹസ്യ അറയിൽ പൂട്ടിടാൻ അവൻ ഉത്തരവിട്ടു. അതോടൊപ്പം കുഞ്ഞിനെ കൂടുതൽ സുരക്ഷിതമായി വളർത്താൻ 3 ചെറിയ ഫെയറികളുടെ കൂടെ കാടിന്റെ നടുക്കുള്ള ഒറ്റപ്പെട്ട ഒരു ചെറിയ കുടിലിലേക്ക് അവളെ രഹസ്യമായി മാറ്റിപ്പാർപ്പിച്ചു. കുട്ടിക്ക് 16 വയസ്സ് തികയുന്നത് വരെ ആരും കാണാതെ അവിടെ വളർത്താനായിരുന്നു പദ്ധതി. എന്നാൽ ഇതൊന്നും അറിയാതെ ഡയാവലിനെയും കൂട്ടി മലഫിസെന്റും ആ കാട്ടിലേക്ക് വണ്ടി കയറിയിരുന്നു. സ്റ്റെഫാന്റെ മകൾ എങ്ങനെയാണ് വളരുന്നതെന്ന് കാണാൻ വേണ്ടിയായിരുന്നു ആ വരവ്. ആ കുഞ്ഞിനെ കൊന്നു കളയാൻ വേണ്ടിയാണ് മലഫിസെന്റ് അവിടെ എത്തിയത്. പക്ഷേ ആ 3 ഫെയറികൾക്ക് കുട്ടികളെ നോക്കാൻ ഒട്ടും അറിവില്ലായിരുന്നു. വിശപ്പ് കൊണ്ട് കരയുന്ന കുഞ്ഞിന് ചെളിവെള്ളവും മറ്റും കൊടുത്ത് കൊല്ലാൻ നോക്കുന്ന ആ ഫെയറികളെ കണ്ട് മലഫിസെന്റിന് സഹിക്കാനായില്ല.
ഒടുവിൽ മലഫിസന്റ് തന്റെ മാന്ത്രിക ശക്തി ഉപയോഗിച്ച് ആ കുഞ്ഞിന് ഭക്ഷണം കൊടുക്കാനും ഉറക്കമില്ലാതെ അവളെ നോക്കാനും രഹസ്യമായി കൂടെ നിൽക്കാനും നിർബന്ധിതയാവുന്നു. ദിവസങ്ങൾ കഴിഞ്ഞു, മാസങ്ങൾ കഴിഞ്ഞു. അറോറ പിച്ച വെച്ചു നടക്കാൻ തുടങ്ങി. തന്നെ കൊല്ലാൻ വന്ന ആ ഭീകരരൂപിയെ ആ കുഞ്ഞ് പേടിക്കുന്നതിന് പകരം ചിരിച്ചുകൊണ്ട് നോക്കുന്നത് കണ്ടപ്പോൾ മലഫിസന്റിന്റെ ആ കറുത്ത ഹൃദയത്തിൽ ആദ്യമായി ഒരു ചെറിയ മാറ്റം സംഭവിച്ചു. കാട്ടിലെ മൃഗങ്ങളും ഫെയറികളും അവളുടെ ഉറ്റ കൂട്ടുകാരായി. മലഫിസന്റിനെ അവൾ ഒരു കൊടിയ ഭീകരിയായിട്ടല്ല, മറിച്ച് തന്നോട് അളവറ്റ സ്നേഹം സൂക്ഷിക്കുന്ന സ്വന്തം അമ്മയെ പോലെയാണ് കരുതിയിരുന്നത്. അവൾ മലഫിസന്റിനെ ഗോഡ് മദർ എന്നാണ് വിളിച്ചിരുന്നത്. താൻ നൽകിയ ആ ഭയപ്പെടുത്തുന്ന ശാപം എങ്ങനെയെങ്കിലും മാറ്റാൻ മലഫിസന്റ് പലതവണ മാന്ത്രിക വിദ്യകൾ നോക്കിയെങ്കിലും ഈ ശാപം മാറ്റാൻ ലോകത്തിലെ ഒരു ശക്തിക്കും കഴിയില്ല എന്ന് താൻ തന്നെ പറഞ്ഞ ആ വാക്കുകൾ സ്വന്തം ജീവിതത്തിൽ തന്നെ തിരിച്ചടിയായി മാറി. ഒരു ദിവസം കാട്ടിൽ വെച്ച് അറോറ രാജകുമാരനായ ഫിലിപ്പുമായി കണ്ടുമുട്ടുകയും അവർ തമ്മിൽ സൗഹൃദത്തിലാവുകയും ചെയ്യുന്നു. എന്നാൽ അറോറയ്ക്ക് 16 വയസ്സ് തികയുന്ന അന്ന് തങ്ങളുടെ ജോലി പൂർത്തിയായെന്ന് പറഞ്ഞ് ആ 3 ഫെയറികൾ യാതൊരു കാര്യവുമില്ലാതെ അറോറയോട് ഒരു സത്യം വിളിച്ചു പറയുന്നു. നീ ഈ കാട്ടിൽ വളരുന്ന അനാഥയല്ല. നിന്നെ കൊണ്ട് നടക്കുന്നത് സാക്ഷാൽ മലഫിസന്റാണ്. നിനക്ക് മേൽ മരണത്തിന്റെ ശാപം നൽകിയ ആ ക്രൂരയായ മന്ത്രവാദിനിയാണ് നിന്റെ ഈ സംരക്ഷക. തന്റെ അമ്മയെന്ന് കരുതിയ മലഫിസന്റ് തന്നെ കൊല്ലാൻ ശാപം നൽകിയവളാണെന്ന് അറിഞ്ഞപ്പോൾ അറോറയുടെ ലോകം തകർന്നുപോയി. സങ്കടവും പേടിയും കാരണം അവൾ മലഫിസന്റിനെ കാണാൻ പോലും നിൽക്കാതെ നേരെ കൊട്ടാരത്തിലേക്ക് ഓടിപ്പോയി. സ്റ്റെഫാൻ രാജാവിന്റെ മകളാണ് താനെന്ന് മനസ്സിലാക്കി അവൾ കൊട്ടാരത്തിലെ തന്റെ യഥാർത്ഥ അച്ഛന്റെ അടുത്തേക്കെത്തി. അപകടം മണത്തറിഞ്ഞ് മലഫിസന്റും ഡയാവലും അറോറയെ തേടി കൊട്ടാരത്തിലേക്ക് പാഞ്ഞെത്തി. സ്റ്റെഫാൻ രാജാവ് തന്റെ മകളെ മുറിക്കുള്ളിൽ പൂട്ടിയിട്ട് കാവൽ നിർത്തിയിരുന്നെങ്കിലും വിധിക്ക് മുന്നിൽ ആർക്കും പിടിച്ചു നിൽക്കാനായില്ല. കൊട്ടാരത്തിനുള്ളിൽ ഒരു മാന്ത്രിക ആകർഷണം പോലെ അറോറ അറിയാതെ നടന്നു നീങ്ങിയത് ആ രഹസ്യ അറയിലേക്കാണ്. വർഷങ്ങൾക്ക് മുമ്പ് സ്റ്റെഫാൻ പൂട്ടിയിട്ട ആ പഴയ റാട്ടുകൾ സൂക്ഷിച്ചിരുന്ന മുറിയിലേക്ക്. അവിടെ ഒരു റാട്ടിന്റെ സൂചി തനിയെ അനങ്ങുന്നത് കണ്ട് ആകാംക്ഷയോടെ അറോറ അതിലേക്ക് കൈനീട്ടി. റാട്ടിന്റെ സൂചി അവളുടെ വിരലിൽ തുളച്ചു കയറിയ ആ നിമിഷം വിധി പൂർത്തിയായി. അറോറ ആഴത്തിലുള്ളതും അനക്കമില്ലാത്തതുമായ ഗാഢനിദ്രയിലേക്ക് വീണു. വിവരമറിഞ്ഞെത്തിയ മലഫിസന്റ് ഉറങ്ങിക്കിടക്കുന്ന അറോറയുടെ അരികിൽ മുട്ടുകുത്തിയിരുന്ന് വിതുമ്പിക്കരഞ്ഞു. താൻ കാരണം ഒരു നിർദോഷിയായ പെൺകുട്ടിയുടെ ജീവിതം തകർന്നുവെന്ന കുറ്റബോധം അവളെ വല്ലാതെ വേദനിപ്പിച്ചു. മലഫിസന്റ് അറോറയുടെ നെറ്റിയിൽ വാത്സല്യത്തോടെ ഒന്ന് ചുംബിച്ചുകൊണ്ട് പറഞ്ഞു, "എൻ്റെ ജീവനുള്ള കാലത്തോളം ഞാൻ നിന്നെ സംരക്ഷിക്കുമെന്ന് ഞാൻ ഉറപ്പു തരുന്നു." ആശ്ചര്യമെന്ന് പറയട്ടെ, മലഫിസന്റ് അവിടെ നിന്ന് തിരിഞ്ഞു നടക്കാൻ തുടങ്ങുമ്പോൾ അറോറ മെല്ലെ കണ്ണുകൾ തുറന്ന് ഗാഢനിദ്രയിൽ നിന്ന് ഉണരുന്നു. ആരും വിശ്വസിക്കാത്ത ആ സത്യം അവിടെ വെളിപ്പെടുകയായിരുന്നു. സ്റ്റെഫാനോട് മലഫിസന്റ് പറഞ്ഞിരുന്നത് യഥാർത്ഥ സ്നേഹത്തിന്റെ ചുംബനത്തിന് പോലും ഈ ശാപം മാറ്റാൻ കഴിയില്ല എന്നായിരുന്നു. കാരണം ഈ ലോകത്ത് ആരും മലഫിസന്റിനെ അത്രമേൽ സ്നേഹിച്ചിരുന്നില്ല. എന്നാൽ ഒരു അമ്മയുടെ സ്ഥാനത്ത് നിന്ന് മലഫിസന്റ് അറോറയോട് കാണിച്ച ആ നിഷ്കളങ്കമായ സ്നേഹം തന്നെയാണ് ആ കുഞ്ഞിന്റെ ജീവൻ തിരികെ നൽകിയ ആ യഥാർത്ഥ സ്നേഹത്തിന്റെ ചുംബനം. ഉറക്കത്തിൽ നിന്ന് ഉണർന്ന അറോറയും മലഫിസന്റും അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ സ്റ്റെഫാൻ രാജാവും അദ്ദേഹത്തിന്റെ വലിയ പടയാളികളും ആ മുറിയിലേക്ക് ഇരച്ചെത്തുന്നു. വർഷങ്ങളായി മലഫിസന്റിനോടുള്ള അടങ്ങാത്ത പകയോടെ കഴിഞ്ഞിരുന്ന സ്റ്റെഫാൻ അവളെ ജീവനോടെ വിടില്ലെന്ന് ഉറപ്പിച്ച് തന്റെ സൈന്യത്തിനെ ആക്രമിക്കാൻ ഉത്തരവിടുന്നു. ഫെയറികൾക്കും മാന്ത്രിക ജീവികൾക്കും ഏറ്റവും വലിയ ഭീഷണിയായ വലിയ ഇരുമ്പു വലകളും ഇരുമ്പു ചങ്ങലകളും ഉപയോഗിച്ച് സൈനികർ മലഫിസന്റിനെ വളയുന്നു. ഇരുമ്പിന്റെ ശക്തിക്ക് മുന്നിൽ മലഫിസന്റിന്റെ മാന്ത്രിക വിദ്യകൾ പൂർണ്ണമായും പരാജയപ്പെടുന്നു. നിലത്ത് വീണുകിടക്കുന്ന മലഫിസന്റിനെ കൊലപ്പെടുത്താൻ സ്റ്റെഫാൻ വാളോങ്ങുന്ന ആ നിർണായക നിമിഷം കഥ മറ്റൊരു വഴിയിലേക്ക് തിരിയുന്നു. അപകടം മണത്തറിഞ്ഞ അറോറ അവിടെയെല്ലാം പരതുന്നു. സ്റ്റെഫാൻ രാജാവ് വർഷങ്ങൾക്ക് മുമ്പ് മലഫിസന്റിന്റെ ശരീരത്തിൽ നിന്ന് അറുത്തെടുത്ത് കൊട്ടാരത്തിലെ രഹസ്യ അറയിൽ ഒരു ഗ്ലാസിനുള്ളിൽ പൂട്ടി വെച്ചിരുന്ന ആ പഴയ കറുത്ത ചിറകുകൾ അറോറ അവിടെ കണ്ടെത്തുന്നു. സ്റ്റെഫാന്റെ ചതിയുടെ ജീവനുള്ള സാക്ഷിയായ ആ ചിറകുകൾ ഇരിക്കുന്ന പെട്ടി തുറന്ന് അറോറ അത് മലഫിസന്റിന്റെ അടുത്തേക്ക് എറിഞ്ഞു കൊടുക്കുന്നു.
ചിറകുകൾ പറന്നു ചെന്ന് മലഫിസെന്റിന്റെ ശരീരത്തിൽ വീണ ആ നിമിഷം ഒരു അത്ഭുതം നടന്നു. വർഷങ്ങളായി നഷ്ടപ്പെട്ടിരുന്ന അവളുടെ വലിയ കറുത്ത ചിറകുകൾ അവളുടെ പുറകിലേക്ക് വീണ്ടും മുട്ടിച്ചേരുന്നു. മലഫിസെന്റ് തന്റെ പഴയ സർവ്വശക്തിയോടും ആത്മവിശ്വാസത്തോടും കൂടി ആകാശത്തേക്ക് പറന്നുയർന്നു. തന്റെ ജീവന്റെ തുടിപ്പായ ചിറകുകൾ തിരികെ കിട്ടിയ മലഫിസെന്റ് തന്നെ കൊല്ലാൻ വന്ന സ്റ്റെഫാൻ രാജാവുമായി നേരിട്ടുള്ള അവസാന പോരാട്ടത്തിലേക്ക് കടക്കുന്നു. മലഫിസെന്റിന്റെ ശക്തിക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ സ്റ്റെഫാൻ കീഴടങ്ങുന്നു. കൊട്ടാരത്തിന്റെ കൊടിമരത്തിന്റെ ഏറ്റവും മുകളിൽ വെച്ച് മലഫിസെന്റ് സ്റ്റെഫാനെ താഴേക്ക് തള്ളിയിടാൻ ശ്രമിച്ചെങ്കിലും അവസാന നിമിഷം അവൾ തന്റെ പക മാറ്റിവെച്ച് അവനെ വെറുതെ വിടുന്നു. എന്നാൽ തന്റെ തോൽവിയും അപമാനവും സഹിക്കാൻ കഴിയാതെ സ്റ്റെഫാൻ തന്നെ സ്വയം താഴേക്ക് ചാടി മരണപ്പെടുന്നു. ആ വലിയ യുദ്ധവും പകയും അവസാനിച്ചതോടെ വർഷങ്ങളായി നിലനിന്നിരുന്ന മനുഷ്യരുടെയും മാന്ത്രിക ജീവികളുടെയും ശത്രുതയും ഇല്ലാതാവുന്നു. മലഫിസെന്റ് തന്റെ മനോഹരമായ മോർസ് രാജ്യത്തേക്ക് അറോറയുമായി തിരികെ പോകുന്നു. അവിടെ വെച്ച് അറോറയെ മോർസ് രാജ്യത്തിന്റെ പുതിയ രാജ്ഞിയായി മലഫിസെന്റ് കിരീടധാരണം ചെയ്യുന്നു. മനുഷ്യരുടെ ലോകവും മാന്ത്രിക ലോകവും തമ്മിൽ സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും വലിയൊരു പാലം അവിടെ പണിയപ്പെടുന്നു. മലഫിസെന്റും അറോറയും ദയാവലും ചേർന്ന് രണ്ട് ലോകങ്ങളെയും ഒന്നിപ്പിച്ച് സന്തോഷത്തോടെ ജീവിക്കാൻ തുടങ്ങുന്നതോടെ ആ മനോഹരമായ ചിത്രം മനോഹരമായി പൂർത്തിയാകുന്നു. ഇതിന്റെ രണ്ടാം ഭാഗം കാണാനായി ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോയുമായി എത്രയും പെട്ടെന്ന് കാണാം.